വെൽക്കം ടു ബിടെക് PDC. നമ്മൾ ഇന്നിവിടെ 2019 സ്കീം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന പേപ്പറിന്റെ ഫോർത്ത് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ 400 volt 3-phase supply feeds an unbalanced 3-wire star connected load. അപ്പോൾ ഒരു 3-wire star connected load ആണ് നമുക്കുള്ളത്. നമുക്കറിയാം the branch impedances of the load are ZR equal to 10 ohm, ZY equal to minus J5 ohm and ZB equal to J15 ohm. Calculate the line currents. ലൈൻ കറണ്ടുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ കയ്യിൽ ഒരു സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആണ് ഉള്ളത്. അപ്പൊ അതെ, ഇത് ഒരു ആമാണ്, ഇത് 3 ഫേസിന്റെ രണ്ടാമത്തെ ആമാണ്, അതേപോലെ 3 ഫേസിന്റെ മൂന്നാമത്തെ ആം ഇതാണ്. ഇവിടെ നമ്മളുടെ സപ്ലൈ ഇതാണ് നമ്മളുടെ ആർ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സപ്ലൈ, ഇതൊരു ബി ഫേസും, ഇനി ഇതെന്ന് പറയുന്നത് നമ്മളുടെ വൈ ഫേസുമായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ZR എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? 10 ohm എന്ന് തന്നിട്ടുണ്ട്. ZY എന്ന് പറയുന്നത് -J5 ohm എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ZB എന്ന് പറയുന്നത് J15 ohm തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ഫേസിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് IR ആണ്. B എന്ന് പറയുന്ന ഫേസിൽ കൂടി പോകുന്ന കറണ്ട് IB-യും, അതേപോലെ Y എന്ന് പറയുന്ന ഫേസിൽ കൂടെ പോകുന്ന കറണ്ട് IY-യും ആണ്. ഓക്കെ, ഇനി നമുക്ക് അസ്യൂം ചെയ്യാം ഈ ഒരു ലൂപ്പിൽ കൂടെ പോകുന്ന കറണ്ട് ലെറ്റ് ഇറ്റ് ബി I1 ആണല്ലോ. നെക്സ്റ്റ് ഈ ഒരു ലൂപ്പിൽ കൂടി പോകുന്ന കറണ്ട് ദിസ് ഈസ് I2 ആണെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? VRY എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 400 വോൾട്ട് തന്നിട്ടുണ്ടല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്? 400 ആംഗിൾ 0 ഡിഗ്രിയാണ്. VRY എന്ന് പറയുന്നത് 400 ആംഗിൾ 0 ഡിഗ്രിയാണ്. അതേപോലെ VYB എന്ന് പറയുന്നത് 400 ആംഗിൾ -120 ഡിഗ്രിയാണ്. അതേപോലെ VBR is equal to 400 ആംഗിൾ -240 ഡിഗ്രിയാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടാവും ഈ ഒരു ലൂപ്പില്, ഇതാണ് ലൂപ്പ് 1 എന്ന് പറയുന്നത്, ഇതാണ് ലൂപ്പ് 2 എന്ന് പറയുന്നത്. ഈ ഒരു ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് KVL ടു ലൂപ്പ് 1. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? VRനും, അതായത് ആറിനും ബിക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണല്ലേ, അതായത് VRB അതാണ് ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ്. അപ്പൊ KVL എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു KVL എന്താണ് നമ്മളുടെ സോഴ്സ് വോൾട്ടേജ്? അവിടെ ആ ലൂപ്പിൽ എന്ത് സോഴ്സ് ആണോ ഉള്ളത്, സോഴ്സ് വോൾട്ടേജ്, സം ഓഫ് സോഴ്സ് വോൾട്ടേജ് പ്ലസ് സം ഓഫ് IR ഡ്രോപ്സ് ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സം ഓഫ് E പ്ലസ് IR ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതേപോലെ ഇവിടുത്തെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആറിനും ബിക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്, അതാണ് VRB വിച്ച് ഇസ് ഈക്വൽ ടു, പിന്നെ എന്താ ലൂപ്പിനകത്തുള്ളത്? ഈ കറണ്ട് ഇങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്, അതായത് ZR-ൽ കൂടെ പോകുന്നുണ്ട് I1, അതായത് 10 into I1 പ്ലസ് J15, ഇതാണ് ഈ കറണ്ട് 10 ഓമിക്കകത്തൂടെയും പ്ലസ് J15-നകത്തൂടെയാ പോകുന്നത് അല്ലേ, പ്ലസ് J15 into I2. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാം. സോറി, I2 മാത്രമാണോ? I1 മൈനസ് I2, I1 മൈനസ് I2, 15 into I1-ഉം പോകുന്നുണ്ട് I2-ഉം പോകുന്നുണ്ട്. I1 ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, അതായത് I1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ I2 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? I1 മൈനസ് I2.
ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? നോക്കിക്കേ, വി വി ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 400 ആംഗിൾ മൈനസ് 240 ഡിഗ്രിയാണ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 10I1 പ്ലസ് J15I1 മൈനസ് J15I2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 400 ആംഗിൾ മൈനസ് 240 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് J15I1 മൈനസ് J15I2 എന്നായിരിക്കും വരുന്നത് അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ഒരു സൈഡിൽ പോളാർ ഫോമിലും മറ്റേ സൈഡിൽ റെക്ടാങ്കുലർ ഫോമിലുമാണ് നമുക്ക് കിടക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റെക്ടാങ്കിൾ ഫോമിൽ കിടക്കുന്നതിനെല്ലാം നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 400 ആംഗിൾ മൈനസ് 240 ഇസ് ഈക്വൽ ടു 10 പ്ലസ് J15 മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? 18.03 ആംഗിൾ 56.31I1 മൈനസ് J15 എന്ന് പറഞ്ഞാൽ 15 ആംഗിൾ മൈനസ് 90I2 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലൂപ്പിന്റെ പറഞ്ഞു, ഇനി നമ്മൾ സെക്കൻഡ് ലൂപ്പിലെയാണ് പറയുന്നത്. ഓക്കെ, അപ്ലൈ KVL ടു ലൂപ്പ് 2. ലൂപ്പ് 2 കൊടുത്താല് ലൂപ്പ് 2 എന്ന് പറയുന്നത് ബിയും വൈയും ചേർന്നതാണ്. അവിടെ ZBയും ZYയും ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ലൂപ്പ് 2 എന്ന് പറഞ്ഞാല് VBY ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉള്ളത്? ഫസ്റ്റ് J15 എന്ന് പറയുന്ന ഇംപെഡൻസിനകത്തൂടെ രണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I1 ഉണ്ട് I2 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? I2 മൈനസ് I1 എന്ന് എഴുതി. ഇനി എന്താ ഉള്ളത്? ZY എന്ന് പറയുന്നത് മൈനസ് J5 ഇൻറ്റു അതിലേക്കൂടെ പോകുന്ന കറണ്ട് എന്താണ്? I2 ആണ് അല്ലേ? ഇനി VBY എന്ന് പറയുന്നത് എന്താണ്? 400 ആംഗിൾ മൈനസ് 120 ആണ്. അത് നമുക്ക് എഴുതാം, 400 ആംഗിൾ മൈനസ് 120. ഇനി 400 ആംഗിൾ മൈനസ് 120 ആണെങ്കിലും ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളുടെ കയ്യിലുള്ള എന്താ? VYB ആ ഉള്ളത്. പക്ഷെ ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? VBY. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കണം. അതായത് 400 ആംഗിളിലാണല്ലോ മൈനസ് വരുന്നത്, അപ്പൊ മൈനസ് 120 എന്തായിട്ട് മാറും? 120 ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഇത് സോൾവ് ചെയ്യുമ്പം മൈനസ് J15I1 പ്ലസ് J10I2 എന്നായിരിക്കും വരുന്നത് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റെക്ടാങ്കുലർ ഫോമിൽ കിടക്കുന്നതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 400 ആംഗിൾ 120 ഇസ് ഈക്വൽ ടു 15 ആംഗിൾ മൈനസ് 90I1 മൈനസ് 90I1 പ്ലസ് 10 ആംഗിൾ 90I2 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലേ? അപ്പോ ആ രണ്ട് ഇക്വേഷൻസ് നമുക്കൊന്ന് മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് നമുക്ക് അതിനൊന്ന് സോൾവ് ചെയ്യാം. ഇതിനൊന്ന് മെട്രിക്സ് ഫോമിൽ എഴുതിയാല് നമുക്ക് എന്ത് വരും? 18.03 ആംഗിൾ 56.31, അതേപോലെ 15 ആംഗിൾ മൈനസ് 90, 15 ആംഗിൾ മൈനസ് 90, അതേപോലെ 10 ആംഗിൾ 90. ഓക്കെ, ഇത് ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു I1 I2 എന്ന് പറയുന്നത് എന്താണ്? 400 ആംഗിൾ മൈനസ് 240യും അതേപോലെ 400 ആംഗിൾ 120 ഡിഗ്രിയും ആയിരിക്കും നമുക്ക് വരുന്നത്. നോക്കിക്കേ, V ഈക്വൽ ടു IR ഫോമിൽ എഴുതിയതാണ്. ഓക്കെ, അല്ലെങ്കിൽ R ഇതെന്ന് പറഞ്ഞ ഇംപെഡൻസ് അല്ലേ? ZI ഈസ് ഈക്വൽ ടു V അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് കൊണ്ടുപിടിക്കാം? I1ന്റെ വാല്യൂ കൊണ്ടുപിടിക്കാം. I1 എന്ന് പറഞ്ഞാൽ എന്താണ്? Δ1 ബൈ ഡെൽറ്റയാണ് നമുക്കറിയാം. അപ്പോ Δ1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ അങ്ങ് മാറിയിട്ട് അവിടെ എന്ത് വരും? നമ്മുടെ ഈ ടേം ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? Δ1 എന്ന് പറയുന്നത് 400 ആംഗിൾ മൈനസ് 240, ഇവിടെ 400 ആംഗിൾ 120 വരും.
ഇനി ഇവിടെ എന്ത് വരും? ആ റോ സെയിം തന്നെ ആയിരിക്കും, ആ ഒരു കോളം സെയിം തന്നെ ആയിരിക്കും, വ്യത്യാസം ഒന്നും തന്നെ കാണത്തില്ല. 90 ഡിഗ്രി. ഇതിന്റെ മോഡ് അല്ലെങ്കിൽ എന്ത് ഡിറ്റർമിനന്റ് ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന ഇംപെഡൻസ് 56.31, 15 ആംഗിൾ മൈനസ് 90 ഡിഗ്രി, 15 ആംഗിൾ മൈനസ് 90 ഡിഗ്രി, 10 ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ 5291.5 ആംഗിൾ 109.1 ഡിഗ്രി ഡിവൈഡഡ് ബൈ 125 ആംഗിൾ 53.14 ഡിഗ്രി എന്നായിരിക്കും വരുന്നത്. അതായത് ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു, ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു. ഫസ്റ്റ് ന്യൂമറേറ്ററിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും, ഡിനോമിനേറ്ററിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇനി നമുക്കൊരു കാര്യം അറിയാം, എ ആംഗിൾ θ1 ബൈ ബി ആംഗിൾ θ2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? എ ബൈ ബി ആംഗിൾ θ1 മൈനസ് θ2 എന്നാണ് ചെയ്യുന്നത്. അതായത് എന്ന് പറയുന്നത് 5291.5 divided by 125 angle 109.1 degree minus 53.14 degree എന്ന് വരും. ഓക്കെ, അപ്പോ I1ന്റെ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 42.33 ആംഗിൾ 55.96 ഡിഗ്രി ആണ്. ഇത്രയും ആംബിയേഴ്സ് ആണ് വരുന്നത്. അതെ, കറണ്ടിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സെയിം പോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? I2ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. I2 എന്താണ്? Δ2 ബൈ ഡെൽറ്റ. അപ്പൊ അവിടെ ഏത് കോളമാണ് മാറുന്നത്? രണ്ടാമത്തെ കോളമാണ് ചേഞ്ച് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ എന്ത് വരും? ഡിറ്റർമിനന്റ് 18.03 ആംഗിൾ 56.31, 15 ആംഗിൾ മൈനസ് 90 ഡിഗ്രി. അതിന് ആ ഒരു കോളത്തിന് യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അടുത്ത കോളം മാറും. അടുത്ത കോളം മാറിയിട്ട് എന്ത് വരും? 400 ആംഗിൾ മൈനസ് 240, അതേപോലെ 400 ആംഗിൾ 120 വരും ആണല്ലോ. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് സെയിം റോ, ഒരു വ്യത്യാസമില്ല, ആംഗിൾ 56.31, 15 ആംഗിൾ മൈനസ് 90 ഡിഗ്രി, അതേപോലെ 15 ആംഗിൾ മൈനസ് 90 ഡിഗ്രി, 10 ആംഗിൾ 90 ഡിഗ്രി. ഇത് രണ്ടിന്റെ ന്യൂമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 9673.82 ആംഗിൾ 78.07 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 125 ആംഗിൾ 53.14. അത് നമ്മൾ നേരത്തെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 9673.82 divided by 125 angle 78.07 minus 53.14 degree എന്നാണ് വരുന്നത്. അപ്പോൾ Δ2ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ 77.39 ആംഗിൾ 24.93 ഡിഗ്രിയിൽ വരും. ഇത്രയും ആംബിയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? I1ഉം I2 എന്നും പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. ഫേസ് കറണ്ട്സ് കണ്ടുപിടിക്കണം. ഫേസ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? IR എന്ന് പറഞ്ഞ എന്ത് തന്നെയാണ്? I1 തന്നെയാണ് അല്ലേ. അതായത് 42.33 ആംഗിൾ 55.96 ഡിഗ്രി ആംബിയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? IR എന്ന് പറയുന്നത്. ഇനി IY എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തുനിന്ന് IY എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളിപ്പോ കണ്ടുപിടിച്ചതിനും ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് ഒരു നെഗറ്റീവ് സൈനും കൂടി അവിടെ വരും. അപ്പൊ ഇവിടെ എന്താ വരേണ്ടുന്നത്? IY is equal to മൈനസ് I2 എന്ന് വരും. അതായത് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടുണ്ട്. അതായത് -1 into 77.39 ആംഗിൾ 24.93 ഡിഗ്രി ആംപിയേഴ്സ്. അതായത് -77.39 ആംഗിൾ 24.93 ഡിഗ്രി ആംപിയർ ആണ് നമ്മളുടെ IY എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ IB എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അതായത് I2 മൈനസ് I1 ആയിരിക്കും നമുക്ക് IB എന്ന് പറയുന്നത്. അതായത് 77.39 ആംഗിൾ 24.93
93 degrees minus 42.33 ആംഗിൾ 55.96 ഡിഗ്രി എന്നായിരിക്കും വരുന്നത് അല്ലെ. അപ്പോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരിക്കലും നമുക്ക് സബ്ട്രാക്ഷനിൽ നിന്നും നമുക്ക് പോളാർ ഫോമിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അതിനെ എന്താക്കി മാറ്റണം? റെക്ടാങ്കുലർ ഫോം ആക്കി മാറ്റണം. റെക്ടാങ്കുലർ ഫോം ആക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ കയ്യിലുള്ളത് എ ആംഗിൾ θ1 ആ ഒരു ഫോമിനെ ബി ആംഗിൾ θ2 ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വെക്കുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റണം. റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ സപ്പോസ് ഇതെന്ന് പറയുന്നത് എ പ്ലസ് ജെ ബി എന്നാണ് കിട്ടുന്നതെന്ന് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന് പകരം എക്സ് പ്ലസ് ജെ വൈ ആണ് നമുക്ക് കിട്ടുന്നത്. എ ആംഗിൾ θ1 മൈനസ് ഇതിന് പകരം ഇസഡ് പ്ലസ് ജെ ഡബ്ല്യു എന്നും കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് ഇസഡ് പ്ലസ് ജെ ഇൻറ്റു വൈ മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ ചെയ്യാം. അതായത് ഇത് ചെയ്യുമ്പോൾ പിയും ഇത് ചെയ്യുമ്പോൾ ക്യൂ ആണെങ്കിൽ, അതായത് പി പ്ലസ് ജെ ക്യൂ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റുക? ഇതിനെ നെക്സ്റ്റ് പോളാർ ഫോമിലേക്കാക്കി മാറ്റുക. പോളാർ ബാക്കിയെല്ലാം പോളാർ ഫോമിലല്ലേ. അപ്പോൾ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് പി ആംഗിൾ ക്യൂ എന്നാണ് കിട്ടുന്നതെന്ന് വെക്കുക. അതാണ് നമുക്കിവിടെ വരേണ്ടത് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു ഫോമിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുക. നെക്സ്റ്റ് വീണ്ടും അടുത്ത ടേബിളിയും റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുക. അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ വീണ്ടും പോളാർ ഫോമിലേക്ക് മാറ്റുക. അങ്ങനെ കിട്ടുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 46.55 ആംഗിൾ മൈനസ് 3.02 ഡിഗ്രി ആംപിയർ എന്നായിരിക്കും കിട്ടുന്നത്. ഇതാണ് ഐ ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫേസ് കറണ്ട് കണ്ടുപിടിച്ചു. ഇനി ഒരു സ്റ്റാർ കണക്ഷൻ നെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? വി ഫേസ് എന്ന് പറയുന്നത് VL/√3 ആണെന്നും അതേപോലെ ഐ എന്ന് പറയുന്നത് IPH ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഫേസ് കറണ്ട് കണ്ടുപിടിച്ചാല് ലൈൻ കറണ്ട് എന്ത് തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. അപ്പൊ അതും കൂടെ എഴുതി വെക്കുക. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഫേസ് കറണ്ടിന് ഈക്വൽ ആണ്. എന്തിന്? സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക്. അപ്പൊ നമ്മുടെ ലൈൻ കറണ്ട് എന്ത് തന്നെയായിരിക്കും? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫേസ് കറണ്ട് തന്നെയായിരിക്കും നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചെയ്ത് എടുക്കുന്നതിന് നമ്മൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത്? 14 മാർക്സ് ആണ് കിട്ടുന്നത്. ഇത് രണ്ട് പ്രോബ്ലം, ഇതേമാതിരിയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് 4th മൊഡ്യൂളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോ ഇതിന്റെ കൂടുതൽ വീഡിയോസിനും സ്റ്റഡി മെറ്റീരിയൽസിനും വേണ്ടിയിട്ട് btechmedc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അതേപോലെ ആമസോൺ സ്റ്റോറിൽ നിന്നും നമ്മളുടെ ബിടെക് മെഡിസിയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.